നമസ്കാരം. പുതിയൊരു മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഇടവമാസം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നേ ദിവസം അതിനാൽ വിശേഷപ്പെട്ടതായ ദിവസമായി തന്നെ പരാമർശിക്കാം. എന്നാൽ ഇന്നേ ദിവസം നിങ്ങൾ കാണുന്നതായ ഈ ലക്ഷണങ്ങൾ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നു, അല്ലെങ്കിൽ ഈ മാസം കൂടുതൽ ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന സൂചനയാണ്. ആ പ്രധാനപ്പെട്ടതായ ഫലങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ കുബേരദേവനെ വന്ദിക്കുക. ഓം കുബേരായ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആ ശുഭകരമായ ലക്ഷണങ്ങളിൽ ആദ്യത്തേതായ ലക്ഷണം, ഇന്നേ ദിവസം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി മധുരം ലഭിക്കുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് മധുരം ലഭിക്കാം. അതിൽ ഏറ്റവും വിശേഷമായി കരുതുന്നത് ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ നിന്നും നിങ്ങൾക്ക് മധുരം ലഭിക്കുന്നതാണ്. ഇപ്രകാരം നിങ്ങൾക്ക് മധുരം ലഭിക്കുന്നു എങ്കിൽ അത് ശുഭകരമായി ഭവിക്കാവുന്നതുമാണ്. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും മധുരം ലഭിക്കുന്നതും സമ്മാനമായി മധുരം ലഭിക്കുകയാണ് എങ്കിലും ശുഭകരമായ ഫലമായി പരാമർശിക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം വീടുകളിൽ അപ്രതീക്ഷിതമായി പാല് തിളച്ചു പോകുന്നു എങ്കിൽ, അത്തരത്തിൽ സംഭവിച്ചു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന ഏറ്റവും ശുഭകരമായ ഫലങ്ങളുടെ മുന്നോടിയായി സംഭവിക്കുന്നതായ ഒരു സൂചനയായി പരാമർശിക്കാം. തന്മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ വാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ കൂടുതലായും വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ്. ഉപ്പനെ ഇന്നേ ദിവസം കാണുകയാണ് എങ്കിൽ, ഉപ്പന്റെ ശബ്ദം നിങ്ങളുടെ വീടുകളിൽ ഇന്നേ ദിവസം കേൾക്കുകയാണ് എങ്കിൽ അത് സവിശേഷമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെ അർത്ഥമാക്കാം. പ്രത്യേകിച്ചും വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലോ അല്ലെങ്കിൽ ഈശ്വര ചിന്തയിൽ മുഴുകിയിരിക്കുന്നതായ അവസരത്തിലോ ഉപ്പന്റെ ശബ്ദം കേൾക്കുകയോ അല്ലെങ്കിൽ കാണുകയോ ചെയ്യുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമായി പരാമർശിക്കാം. കാരണം വന്നു ചേരാൻ പോകുന്ന ഗുണകരമായ മാറ്റങ്ങൾ ഗുണാനുഭവങ്ങളുടെ സൂചനയായി തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ധനപരമോ അല്ലെങ്കിൽ മറ്റ് നേട്ടങ്ങളോ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന സൂചന തന്നെയാണ്. ഇന്നേ ദിവസം നിങ്ങളുടെ മുഖത്ത് പ്രത്യേകമായ ഒരു ഐശ്വര്യം, ഭംഗി തോന്നുന്നതാണ്. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് ഈശ്വരാധീനം വർദ്ധിച്ചതിൻ്റെ സൂചനയാണ് എന്നും വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങളുടെ സൂചനയായും പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. പ്രധാനമായും ഇന്നേ ദിവസം നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത മനസമാധാനം, സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരും. പല കാര്യങ്ങൾ കൊണ്ടും വിഷമിച്ചിരിക്കുന്നതായ വ്യക്തികളാകാം നിങ്ങൾ. പലവിധ ചിന്തകൾ, ആകുലതകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോവുകയും അഥവാ അത്തരം ചിന്തകൾ ഒഴിയുകയും നിങ്ങൾക്ക് വളരെയധികം സന്തോഷം, സമാധാനം അനുഭവപ്പെടുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം പകരുന്നതായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന ശുഭകരമായ സൂചനകളുടെ സൂചന തന്നെയാണ്. പ്രധാനമായും ഏതൊരു പ്രശ്നം വരികയാണ് എങ്കിലും അത് നിങ്ങൾക്ക് ഫലപ്രദമായി ചെറുക്കുവാൻ സാധിക്കും. അതിനെ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ നിരവധിയാർന്ന സൂചനകൾ പരാമർശിക്കുവാൻ സാധിക്കും. അഥവാ ചെയ്യുന്നതായ പ്രവൃത്തികൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതിൻ്റെ സൂചനയായി അർത്ഥമാക്കാം. ക്ഷേത്രത്തിൽ നിന്നും ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുന്നതാണ്. ഇന്നേ ദിവസം നിങ്ങൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാകുന്നു. എന്നാൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാകില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ആ വ്യക്തികൾ അപ്രതീക്ഷിതമായി ഇന്നേ ദിവസം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു എങ്കിൽ അത് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഈശ്വരാധീനത്തിന്റെ സൂചനയാണ്. ഈശ്വരാധീനം വർദ്ധിക്കുന്ന സൂചനയാണ്. ധനപരമായ നേട്ടങ്ങളോ മറ്റ് നേട്ടങ്ങളോ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ചെയ്യുന്ന പ്രവൃത്തികളിൽ, കർമ്മങ്ങളിൽ അത് പ്രകടമാകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക്
തുളസിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ, അനുകൂലമായ ചില സൂചനകൾ ലഭിക്കുന്നതാണ്. ഇന്നേ ദിവസം തുളസിക്ക് അരികിലായി അല്ലെങ്കിൽ തുളസിക്കിടയിലായി പല്ലിയെ കാണുന്നു എങ്കിൽ അത് ശുഭകരമായ സൂചനയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭകരമായ ഫലങ്ങൾ, പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങളിലേക്ക്, ധനപരമായ സന്തോഷങ്ങളിലേക്ക് കടക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലൂടെയും ധനപരമായ ഉയർച്ച, നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ സൂചനയായും അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഇന്നേ ദിവസം ഇപ്രകാരം സംഭവിക്കുന്നതും ശുഭമാണ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ, വസ്ത്രങ്ങൾ ലഭിക്കുന്നു എങ്കിൽ അതും ശുഭകരമായ സൂചനയാണ്. ഇന്നേ ദിവസം തീർച്ചയായും അപരിചിതരായ വ്യക്തികൾ നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുന്നു എങ്കിൽ അതും നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിച്ചതിൻ്റെയും ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ഏറ്റവും അനുകൂലമായ ഫലങ്ങളുടെയും സൂചനയാണ്. അത് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകും. ധനപരമായോ മറ്റ് നേട്ടങ്ങളിലേക്കോ നിങ്ങളെ നയിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. ഈശ്വരൻ രക്ഷയ്ക്കായി കൂടെയുണ്ട് എന്ന സൂചനയും, അഥവാ ഇഷ്ടദേവത, കുടുംബദേവത കൂടെയുണ്ട് എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ ലഭിക്കുക, ധനം പ്രതീക്ഷിക്കാതെ കൈകളിലേക്ക് വന്നു ചേരുക, നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നതായ ധനമാണ് എങ്കിലും ഇന്നേ ദിവസം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ലഭിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ സൂചനയാണ്. ഇന്നേ ദിവസം നിങ്ങളുടെ ഇഷ്ടദേവത അല്ലെങ്കിൽ മറ്റ് ദേവതകളുടെ ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിറയുന്നതാണ്. ഇഷ്ടദേവതയുടെ നാമം, കുടുംബദേവതയുടെ നാമം പലപ്പോഴും നാവിലേക്ക് കടന്നു വരുന്നതായ സാഹചര്യം, പലപ്പോഴും അപ്രതീക്ഷിതമായി ഈ നാമം ജപിക്കുന്നതായ സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരാം. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അതും ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ പ്രത്യേകമായ രുചി അനുഭവപ്പെടുന്നതാണ്. പലരും അതേക്കുറിച്ച് പുകഴ്ത്തുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ ഇന്നേ ദിവസം പാചകം കൃത്യമായിരിക്കും, അതായത് ബാക്കി വരില്ല എന്നതാണ് വാസ്തവം. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അതും ശുഭകരമായ സൂചന തന്നെയാകുന്നു. പ്രത്യേകിച്ചും ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ പുഷ്പങ്ങൾ കൊഴിഞ്ഞ് ദേഹത്ത് വീഴുന്നതും കൂടാതെ ആലില പൊഴിഞ്ഞ് ദേഹത്ത് വീഴുന്നതും ഏറ്റവും ശുഭകരമാണ്. ക്ഷേത്രത്തിലേക്ക് പോകുന്നതായ അവസരത്തിലോ ദർശനം കഴിഞ്ഞ് വരുന്നതായ അവസരത്തിലോ ഇപ്രകാരം സംഭവിക്കുന്നത് ഏറെ സവിശേഷമാണ്. എന്നാൽ മറ്റവസരങ്ങളിലാണ് എങ്കിലും, വീടുകളിൽ നിൽക്കുമ്പോഴാണ് എങ്കിലും ഇപ്രകാരം പൂക്കൾ കൊഴിഞ്ഞ് ദേഹത്ത് വീഴുന്നതും പുറത്തിറങ്ങുന്നതായ സാഹചര്യത്തിൽ ആലില പൊഴിഞ്ഞ് വീഴുന്നതും ശുഭകരം തന്നെയാകുന്നു. അതും നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന ശുഭകരമായ മുഹൂർത്തങ്ങളുടെ സൂചന തന്നെയാണ്. ധനപരമായ നേട്ടങ്ങളോ മറ്റ് നേട്ടങ്ങളോ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പോലും നിങ്ങൾക്ക് പല രീതിയിലും അവരെ തരണം ചെയ്യുവാൻ അല്ലെങ്കിൽ തോൽപ്പിക്കുവാൻ സാധിക്കും എന്ന സൂചനയാണ്. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇന്നേ ദിവസം നിങ്ങൾ വളരെ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം. ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ഇഷ്ടദേവതയുടെ ചിത്രം ലഭിക്കുകയോ അല്ലെങ്കിൽ മറ്റ് ദേവതാ ചിത്രങ്ങൾ ലഭിക്കുകയോ നിങ്ങൾ വാങ്ങുകയോ ചെയ്യുകയാണ് എങ്കിൽ, അപ്രതീക്ഷിതമായി നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് ശുഭകരമായ സൂചനയാണ്. ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നും ശുഭകരമായ കാര്യങ്ങൾ കൂടുതലായും സംഭവിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം. ഈ മാസം നിങ്ങൾക്ക് അതിനാൽ ചില കാര്യങ്ങൾ കൂടുതലായും അനുകൂലമായി തീരാം. ഈ മാസം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. ഈ പരാമർശിച്ച ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും കാണുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ ഈ മാസം വന്നു ചേരുന്നതിൻ്റെ സൂചനയാണ്.